അവരുടെ ഭാഗത്തുനിന്ന് വേറെ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. കാരണം ആ ഒരു എന്താ പറയുക, അത്തരം ഒരു സംസ്കാരം നമുക്ക് ആ ഭാഷകളിലൂടെ വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ പ്രതീക്ഷിക്കാനില്ല. ഈ സുരേഷ് ഗോപി ഉൾപ്പെടെ വിളിച്ച് ഇത്തരത്തിൽ പിന്തുണ അറിയിക്കുകയും ഒപ്പം കുടുംബക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെ കാണുന്നത്? എനിക്ക് നൃത്തപരിപാടിക്ക് പോകാനായിട്ട് പറ്റില്ല. എന്തായാലും എന്താ പറയുക, ഈ ഒരു സാഹചര്യത്തിലെങ്കിലും സിനിമയിൽ നിന്നൊരാളിങ്ങനെ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചേട്ടൻ പോയി 8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു സിനിമയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നത്. അതിന് സന്തോഷമുണ്ട്. ഇല്ല, പോകാൻ പറ്റില്ല. അതെ 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 പരിപാടിയുണ്ട്. അല്ല, തീർച്ചയായിട്ടും നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടിയുള്ളൊരു കാര്യമാണല്ലോ. ഇതൊരു കക്ഷി രാഷ്ട്രീയം എന്നുള്ളതിലില്ല. ഇത് നമുക്കറിയാം, ഒരു കറുത്ത നിറം എന്നുള്ളൊരു വസ്തുത ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമുക്കിടയിൽ വിലസെന്ന് പറയുന്നത് അത് ജീർണിച്ചൊരു മനോഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് അതിനോട് പൊറുക്കാൻ പറ്റില്ല. ഒരു വ്യക്തി എന്നുള്ളതിനപ്പുറം ഒരു എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കലാഭവൻ മണിച്ചേട്ടൻ പൊതുസമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആൾ കൂടിയാണ്. ആ നിലയ്ക്ക് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ഇത്തരം ഒരു വിവേചനത്തോട് എതിർത്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രതിഷേധത്തിനായിട്ട് ഇറങ്ങിയത് തന്നെ. അല്ലാണ്ട് വ്യക്തിയെന്നപ്പുറം, വ്യക്തി എന്നുള്ള കാര്യത്തിൽ മറ്റു നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനപ്പുറത്ത് സമൂഹത്തിലേക്ക് ഇങ്ങനത്തെ ദുരാചാരങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം കൂടി തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയത്.